സെൻട്രൽ ജയിലിൽ കിടക്കണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം? അതിനുള്ള വകുപ്പുണ്ടാക്കി തരാം. മകൾക്കൊരു കമ്പനിക്ക് ആളില്ലെന്നുള്ള വിഷമം വേണ്ട. ആ വിലങ്ങ് വെക്കണോ? പെഞ്ചിരി മോളെ, മോളെ വേണ്ട, ഒന്നും വേണ്ട. സാറിനെ വിട്ടേക്ക്. വിട്ടയക്കാനോ? ശാരദാമ്മ എന്തേ പറയുന്നേ? മകളെ വിട്ട് പിരിയേണ്ടി വന്ന ഒരമ്മയുടെ മനോവേദന എനിക്ക് മനസ്സിലാവും മോളെ. പക്ഷെ അത് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയായിരുന്നില്ല. ഒരമ്മയുടെ പക്വതയും വിവേകവും ഇവിടെ കാണിക്കണമായിരുന്നു സാറിലെ. എന്റെ മോള് സർലയുടെ മകളെ ജയിലിലേക്ക് അയച്ചതല്ല. നന്നായി ജീവിക്കാനുള്ള ഒരുപാട് വഴികളുണ്ടായിരുന്നു അവളുടെ മുന്നില്. ജയിലിലേക്കുള്ള വഴി തെരഞ്ഞെടുത്തത് നിങ്ങളുടെ മോള് തന്നെയാ. ഞാൻ സരളെ ജയിലിലേക്ക് അയക്കണ്ടെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാ. പകരം വീട്ടേണ്ടത് ഇങ്ങനത്തെ വഴികളിലല്ല. സ്നേഹത്തിന്റെയും വിട്ടുകൊടുക്കലിന്റെ വഴികളും ജീവിതത്തിലുണ്ടെന്ന് ഈ പ്രായത്തിലും ഓർമ്മിപ്പിക്കാൻ. ഈ സ്ത്രീക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല ശാരദാമ്മേ. മോളെ, എന്നെ ഓർത്ത് ഇവരെ വിട്ടയക്കണം. ഇവർക്കെതിരെ സാക്ഷി പറയാൻ ഒരു കോടതിയിൽ ഞാൻ വരില്ല. ശാരദാമ്മേ, മോളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ശാരദാമ്മ ഇത് പറയുന്നെന്ന്. കണ്ണിന് പകരം കണ്ണെന്ന നയമെങ്കിൽ ഈ ലോകം കുരുടന്മാരെ കൊണ്ട് നിറയെ. ആർക്കും കാഴ്ച ഉണ്ടാവില്ല. മോളെ, വിട്ടുകൊടുക്കുന്നിടത്തും ഒരു ജയമുണ്ടെന്ന് പഠിക്കണം. ശാരദാമ്മയുടെ ഒറ്റ വാക്കിലാ നിങ്ങളെ വെറുതെ വിടുന്നത്. അതോർത്തോ? ഇനി ഇതുപോലെ എന്തെങ്കിലും കുരുത്തക്കേടിന് തുനിഞ്ഞ ശാരദാമ്മയല്ല, ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പോലും ഈ ശ്രീരഞ്ജനി കേക്കില്ല. ഇന്ത്യൻ പീനൽ കോഡിൽ കിട്ടാവുന്ന പഴുതുകളെല്ലാം വാരി കൂട്ടിയിട്ട് നിങ്ങളെ ഞാൻ പൂട്ടും. സെൻട്രൽ ജയിലിനുള്ളിൽ ഷഷ്ടിപൂർത്തിയും സപ്തതിയും നവതിയൊക്കെ ആഘോഷിക്കേണ്ടി വരും സരള മാഡത്തിന്. സരളന്റെ നമുക്കിത് എവിടെ നിർത്താം? ഇനിയും തുടർന്ന് പോവാൻ ആന്റിയോ ആന്റിയുടെ മോളെയോ ഭയം ഉള്ളതുകൊണ്ടല്ല. എന്റെ അമ്മയുടെ ഭിക്ഷയാ ആന്റിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ഞാനായിട്ട് അത് അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഭയം കൊണ്ടാ. വിഷ്ണുട്ടാ, നമുക്ക് പോവാം. മോളെ, ഇനിയൊന്നും ചിന്തിക്കാനില്ല. പാ മോളെ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അമ്മ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
ഒന്നുമില്ലടി. അല്ല മേഡം അങ്ങനെ ഇവിടെ സംസ്ഥാനം ഒട്ടാകെ ഗുണ്ടാവേട്ട നടക്കല്ലേ വിഷ്ണു. വട്ടാഞ്ചേരി മാർട്ടിൻ കുറെ നാളായിട്ട് പോലീസിനെ വെട്ടിച്ച് നടക്കുക. അവന് പിന്നാലെ കുറച്ചു നാളായിട്ട് ഞങ്ങളുണ്ട്. അതിനിടെയാ അവൻ ആഴിമലയിൽ താവളം അടിച്ചിട്ടുണ്ടെന്ന് വിവരം കിട്ടിയത്. എന്തോ കാര്യമായ പരിപാടി അവൻ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഏതോ ഹൈ പ്രൊഫൈൽ VIP ആണ് അവൻ ടാർഗറ്റ് ചെയ്തിരുന്നെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അത് ശാരദാമ്മയാണെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും രഞ്ജന ചേച്ചിക്കൊരു യോഗമുണ്ട്, ഞങ്ങൾ ഏത് ആപത്തിൽപ്പെട്ടാലും രക്ഷിക്കാനായിട്ട്. ഇനി ഇതും ഞാൻ പക്ഷപാതം കാണിച്ചാണെന്ന് ആരും പറയാതിരുന്നാ മതി. ആ മട്ടാഞ്ചേരി മാർട്ടിൻ വല മുറിച്ച് കളഞ്ഞല്ലോ. ആ സർലാൻഡി പിടിച്ചൊന്ന് കുടഞ്ഞ അതുകൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഒരിടത്തും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആളല്ല മാർട്ടിൻ. സ്ഥിരമായിട്ടൊരു സ്ഥലമില്ല, സ്ഥിരം സുഹൃത്തുക്കളോ കൂട്ടാളികളോ ഇല്ല, സ്ഥിരം ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറോ പോലും ഇല്ല. അവനെ ഞാൻ തന്നെ തൂക്കിക്കോളാം, കയ്യിൽ വന്ന് വീഴാതിരിക്കില്ല. അല്ല, ഏതാ ഈ കുട്ടി? ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് വെച്ച് പരിചയപ്പെട്ടതാ മോളെ. ഇവളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ആ ഗുണ്ടകൾ വന്നെന്നാ ഞാൻ ആദ്യം കരുതിയത്. കുഞ്ഞ് സേഫാണല്ലോ അല്ലേ? അതെ മാഡം. എങ്കിൽ ശരി ശാരദാമ്മേ, ഞാനങ്ങോട്ട്. ശരി മോളെ. ആ ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞതുപോലെയുണ്ട്. എന്തൊക്കെയാ മോളെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നേ? ഈ മോൾ ഉണ്ടായിരുന്ന കൊണ്ടാ ഞാനിപ്പോ ജീവനോട്. മിടുക്കിയ എന്റെ മോള്, എന്റെ ശാലിനിയെ പോലെ തന്നെ. നല്ല ചൊടിയും ചുണയും ഉള്ള ആള്. എന്താ മോളെ? അമ്മയെ ഓർമ്മ വന്നു പോയി ശാരദാമ്മേ. മോളുടെ അമ്മ ഇപ്പൊ ഇല്ല. സാരമില്ല മോളെ, ജനിച്ചാ മരണവും ഉണ്ട്. ജീവിച്ചിരിക്കുന്ന മക്കളിലൂടെയാ അമ്മമാര് ജീവിക്കുന്നത്. നിന്റെ അമ്മ നിനക്ക് പകർന്നു തന്ന നല്ല പാഠങ്ങളൊക്കെ നീ നിന്റെ മകൻ അച്ചൂട്ടന് പകർന്നു കൊടുക്കണം. അച്ചൂട്ടൻ എന്റെ മോനല്ല ശാരദാമ്മേ. പിന്നെ ചേച്ചിയുടെ മകനാ. ഓ, എന്റെ ശരിക്കുള്ള പേര് അഞ്ജലിയൊന്നും അല്ല. ഈ മുഖത്ത് നോക്കി എനിക്ക് കള്ളം പറയാൻ തോന്നാത്തത് കൊണ്ടാ. മുഖം പോലും എനിക്ക് ഓർമ്മയില്ലാത്ത എന്റെ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ തന്നെ തോന്നുക. എന്റെ മനസ്സിൽ മൂടി കെട്ടിവെച്ചിരിക്കുന്ന സങ്കടങ്ങളൊക്കെ ഒരു ശ്രീകോവിലിരിക്കുന്ന ദേവി വിഗ്രഹത്തിന് മുന്നിൽ എന്ന പോലെ ഇവിടെ തുറന്നു പറയാമെന്ന്. മോളെ, മോള് പറഞ്ഞു, ഇവര് 3 പേർക്ക് മാത്രമല്ല, സങ്കടപ്പെടുന്ന പെൺകുട്ടികൾക്കെല്ലാം അമ്മയായി ശാരദ. എന്റെ ശരിക്കുള്ള പേര് രാധേന്നാ ശാരദാമ്മേ. എനിക്ക് വേറൊരു അമ്മ കൂടി ഉണ്ടായിരുന്നു.
ഇപ്പൊ അച്ചൂട്ടന് ഞാൻ അമ്മയായതുപോലെ ഞങ്ങൾ 3 അനിയത്തിമാർക്ക് അമ്മയായ ആൾ. എന്റെ അതേ മുഖവും രൂപവുമുള്ള സുഭദ്ര. കഥ തുടങ്ങുന്നത് അവിടെ നിന്നാ. ശാരദാമ്മ പറഞ്ഞതുപോലെ ഒരമ്മ പറഞ്ഞു തരേണ്ട നല്ല പാഠങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് സുഭദ്രാമ്മയാ. ചേച്ചിക്കത് അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതാവും. പിന്നെന്താ സംഭവിച്ചത്? ശാരദാമ്മ കുറച്ചു മുമ്പ് ചോദിച്ചില്ലേ ശാരദാമ്മയുടെ ജീവിതത്തില് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്? അങ്ങനെ ചോദിക്കാൻ ബുദ്ധിയും ബോധവും ഉറയ്ക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു വലിയ കൊടുങ്കാറ്റ് കടന്നുപോയി. മേഘനാഥൻ എന്നായിരുന്നു ആ കൊടുങ്കാറ്റിന്റെ പേര്. മേഘനാഥനോ? കോട്ടയ്ക്കൽ മേഘനാഥൻ. മാർത്താണ്ഡവർമ്മയേക്കാൾ വലിയ മഹാരാജാവാണ് ഈ കോട്ടയ്ക്കൽ മേഘനാഥൻ. തൃപ്പങ്ങോട്ട് വാസുദേവന്റെ കുലം മുടിക്കാൻ പാളയത്തിൽ കടന്നുകൂടിയ കൊടും ചതിയ. ആ കുഞ്ഞാണ് അച്ചൂട്ടൻ, മേഘനാഥന്റെയും സുഭദ്രയുടെയും മകൻ കാശിനാഥൻ. തൃപ്പങ്ങോട് കുടുംബത്തിനെതിരെ നമ്മൾ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ അന്യരാക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പ്. കാര്യങ്ങൾ ആ നിലയ്ക്ക് നീങ്ങുന്നതിന് മുമ്പ് വച്ച് താമസിപ്പിക്കാതെ അവസാനിപ്പിച്ചേ പറ്റൂ. ഇന്ന് രാത്രി നമ്മുടെ ഇര തൃപ്പങ്ങോട് കുടുംബത്തിലെ സുഭദ്രയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഒരു വേട്ടനായയെ പോലെ അയാൾ ഞങ്ങൾക്ക് പിന്നാലെയുണ്ട്. ഞങ്ങൾ എവിടെയുണ്ടോ അതിന്റെ പരിസരങ്ങളിൽ എവിടെയോ ഒക്കെ. കഴുത്തിന് തൊട്ടു പിന്നിൽ അയാളുടെ നിശ്വാസം പതിക്കുന്നത് പോലെ തോന്നും ചിലപ്പോ. ഒരു ചെന്നായുടേത് പോലെയുള്ള ചോരക്കണ്ണുകൾ സ്വപ്നം കണ്ട് എത്രയോ രാത്രികളിൽ ഞാൻ ഞെട്ടി ഉണർന്നിരിക്കുന്നു. ഉറക്കം വരാതെ കണ്ണും മിഴിച്ചങ്ങനെ കിടക്കുമ്പോ തോന്നും ഇരുട്ടിൽ എവിടെയോ നിന്ന് ആ ചോരക്കണ്ണുകൾ തുറച്ചു നോക്കുന്നുണ്ടെന്ന്. മോളെ, പക്ഷേ തൃപ്പങ്ങോട്ട് വാസുദേവന്റെ മകൾ സുഭദ്രയുടെ അനിയത്തി തോറ്റുകൊടുക്കില്ല ശാരദാമ്മേ. എന്നെയും അനിയത്തിമാരെയും കൊലപ്പെടുത്തി മകനെ സ്വന്തമാക്കാനാണ് മേഘനാഥന്റെ ശ്രമം. പിന്നെ തൃപ്പങ്ങോട് കുടുംബത്തിന്റെ കണക്കറ്റ സ്വത്തും ആ ദേശവുമെല്ലാം അയാൾക്ക് സ്വന്തം.
എന്റെ അനിയത്തിമാരെ അയാൾ തൊടണമെങ്കിൽ രാധയുടെ മൃതദേഹത്തിൽ ചവിട്ടിയാവും. സുഭദ്രയുടെ അനിയത്തിയല്ല, സുഭദ്ര തന്നെയാണ് രാധ. നാളെ കോടതിയിൽ കേസാണ്. തൃപ്പങ്ങോട് കുടുംബത്തിന്റെ സ്വത്തുകളിൽ അവകാശം ഉന്നയിച്ച് ഞാൻ കൊടുത്ത കേസ്. എന്നെ നേരിട്ട് കാണണമെന്നാണ് അയാളുടെ ആവശ്യം. ഞങ്ങള് നേരിട്ട് കണ്ടാ പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. വിഷമിക്കണ്ട മോളെ. അല്പം താമസിച്ചാൽ പോലും സത്യം ജയിക്കുമെന്നാണ് എന്റെ അനുഭവം. ദാ ഇവര് ഇപ്പൊ ഒരു കേസ് ജയിച്ചതേ ഉള്ളൂ. അതിന്റെ ബാക്കിയാ ഇപ്പൊ ഇവിടെ കണ്ടതൊക്കെ. മോൾക്ക് മേഘനാഥനാ പ്രശ്നമെങ്കിൽ ഇവർക്ക് സുസ്മിതയാ പ്രശ്നം. രണ്ടും ഒരേ വണ്ടിയിൽ കെട്ടാവുന്ന കുതിരകള്. കോട്ടയ്ക്കൽ മേഘനാഥൻ അല്ലേ? അതെ. അയാളെ കൊണ്ട് അഞ്ജലിക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ അറിഞ്ഞു. എന്താടോ? പിന്നെന്താ? ഇപ്പൊ എനിക്ക് ശാരികേച്ചിയും ശ്യാമയൊക്കെ പോലെ ആയില്ലേ അഞ്ജലി? നിനക്കൊരു പ്രശ്നം ഉണ്ടായ വിഷ്ണുവേട്ടനും ശാലിനിയും ഈ കുടുംബശ്രീ മുഴുവനും ഒപ്പം ഉണ്ടാവും. അല്ല, നാളെ എപ്പോഴാ കേസ്? 7 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നാ 7:30 ഞങ്ങളും ഉണ്ടാവും. നമുക്കങ്ങ് പൊളിക്കാം അല്ലേ ശാലിനി? പിന്നല്ലാതെ. മോളെ, എന്നാ ഞാൻ പോട്ടെ ശാരദാമ്മേ. പോയിട്ട് വരാന്ന് പറ മോളെ. ശരി, പോയിട്ട് വരാം. പോയിട്ട് വാ. ശാലിനി, പാവം കുട്ടി. ഓരോ ജീവിതത്തിന് പിന്നിലും എന്തൊക്കെ കഥകളാ. ചിരിക്കുന്ന മുഖങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അമ്മേ, നമുക്കും പോയാലോ എന്നാ? മോനെ, ഈ സർലെ കൊണ്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്റെ ശാരദാമ്മ ആ സ്ത്രീക്ക് പ്രാന്താണ്. ഇനി അവരെന്തെങ്കിലും പ്രശ്നത്തിൽ തുനിഞ്ഞ ആ വായിച്ച് ആണിയടിച്ച് ആൺമർത്തി തറയ്ക്കും. അത്ര തന്നെ. നിങ്ങൾ വന്നേ, പോവാ.
നീയൊക്കെ എവിടെയായിരുന്നടാ? അവരൊക്കെ പോയോ മാഡം? ഒരു മട്ടാഞ്ചേരി മാർട്ടിൻ, നീയൊക്കെ എന്തിനാടാ മുഖത്ത് മീശയും താടിയും വെച്ച് നടക്കുന്നത്? ഞാൻ വിചാരിച്ചു നീയൊക്കെ അങ്ങ് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് മടങ്ങിപ്പോയി കാണുമെന്ന്. നിന്റെയൊക്കെ വടിവാള് തേച്ച് മിനുക്കിയിട്ട് ഈ മൂക്കിന് താഴെ ഇരിക്കുന്ന രോമങ്ങളൊക്കെ അങ്ങ് വടിച്ച് കളയടാ. അത് പിന്നെ മാഡം, ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ശാരദാമ്മ ചെറിയൊരു ചായക്കടക്കാരിയാണെന്നും അവരുടെ മകളോടുള്ള പക വീട്ടാനാ അവരെ തട്ടിക്കൊണ്ടുവരുന്നതെന്നല്ലേ മാഡം ഞങ്ങളോട് പറഞ്ഞത്. അവളുടെ മകളുടെ പേര് ശാലിനി എന്നാണ് പറഞ്ഞെങ്കിലും അത് സത്യാമ്മയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യയാണെന്ന് മാഡം പറഞ്ഞോ? ഓ, പറഞ്ഞിരുന്നെങ്കി നീയൊക്കെ അങ്ങും മറിച്ചേനെ. മാഡത്തിന് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഈ വിഷ്ണു എന്ന് പറഞ്ഞത് ചെറിയൊരു പട്ടാളത്തിന് തുല്യമാ. ഓ, അവൻ ഈ കളിയിലുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ മട്ടാഞ്ചേരിയിൽ നിന്ന് കൂടുതൽ ആളുകളെ ഇറക്കിയേനെ. നാഗർകോവിലേക്ക് പോകുന്ന വഴി പണ്ടൊന്ന് മുട്ടിയതിന്റെ ക്ഷീണം ഇപ്പോഴും ഓർമ്മയായിട്ട് എന്റെ വയറ്റത്ത് കിടപ്പുണ്ട്. ഛെ. പിന്നെ ആ പെണ്ണ് അഞ്ജലി, അസൽ ഉണ്ണിയാർച്ച. കളരി മർമ്മോ നാടനടിയും കൂടി ഒന്നിച്ചു വന്നാ മാട്ടിനെന്നല്ല ടാർസം പോലും കണ്ടം വഴി ഓടും. പോയ വഴിക്ക് പിന്നെ പുല്ല് പോലും മുളക്കത്തില്ല മാഡം. അതിന് പിന്നാലെ പോലീസും പുലിവാലും പിന്നെ വേറെ. ഞാനും എന്റെ കൂടെ ഉള്ളവന്മാരുമൊക്കെ 10ഉം 16ഉം കേസ് സ്വന്തമായിട്ടുള്ളവരാ. പോലീസിന്റെ പിടിയിലായ പിന്നെ ജീവിതകാലം മുഴുവനും ജയിലിൽ തന്നെ കഴിയേണ്ടി വരും മാഡം. നിനക്ക് എവിടുന്ന് കിട്ടിയടാ അവന്മാരെ? സോറി മാഡം, പള്ളിയിലച്ചന്മാരെ സന്യാസിമാരെ ഒന്നും ഗുണ്ടാ പണിക്ക് കിട്ടത്തില്ല. ആട്ടെ, മാഡത്തിന് എവിടുന്ന് കിട്ടി ഇത്ര ഏടാകൂടം പിടിച്ചൊരു കേസ്? ഇപ്പൊ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. അതും ആ ശാരദാമ്മ മാഡത്തിനോട് ക്ഷമിച്ചത് കൊണ്ട് മാത്രം. നല്ല മനസ്സുള്ള സ്ത്രീയാ മാഡം അവരെ അങ്ങ് വിട്ടേക്ക്. അങ്ങനെ അങ്ങ് വിട്ട് കളയണമെങ്കിൽ ഈ സരള ചാവണം. ശ്ശേ. എന്നെ ആ ശ്രീരഞ്ജിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിരുന്നെങ്കിൽ ഇത്ര അപമാനം എനിക്കുണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ ആ ലോ ക്ലാസ് ടീ ഷോപ്പുകാരിയുടെ കരുണ കൊണ്ട് ജീവിതം തുടരേണ്ടി വരുന്നത് പോലെ. എടാ, ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞാടാ. ജയിലില് തണുത്ത തറയില് കൊതുകുകടി കൊണ്ട് കിടന്നുറങ്ങുന്നത്. ഈ നിമിഷം അവളെ അവിടെ നിറക്കി വിട്ടാ പോലും ഇതുവരെ അവൾക്കുണ്ടായ ആ അപമാനവും ആത്മവേദനയും ഈ സരള ക്ഷമിക്കില്ലടാ. അവളെ അവിടെ എത്തിച്ച ഓരോരുത്തരായി കണക്ക് പറയേണ്ടി വരും. ആരും വേണമെന്നില്ല എനിക്ക് കൂട്ടിന്. ഈ സരള ഒറ്റയ്ക്ക് മതി. ഇപ്പൊ നീ കണ്ടത് വെറും തീവെട്ടം മാത്രമാ. കൂടുതൽ സന്നാഹങ്ങളുമായി കാടിരിക്കുന്ന കാട്ടുതീയായി സരള മടങ്ങി വരും. ഭസ്മം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കി ഭസ്മം. ഭസ്മം മാത്രം. എന്താ പ്രതി? എന്താന്നറിയില്ല അർജുനേട്ടാ, മോൾക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. എന്താ എന്താ അവൾക്ക്? അറിയില്ല ശാലിനി, അവൾ ഇനിതാ. ഓ ഓ എന്തോടാ? ഓ എന്തു മക്കളെ, എന്തോ അമ്മയുടെ ചക്കര മുത്തല്ലേ? എന്തോ കരയല്ലേ? ഇല്ലല്ലോ ശാലിനി, വേറെന്തെങ്കിലും അസുഖമായിരിക്കോ? ഇതിനു മുൻപ് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഏയ്, ഒന്നും ഉണ്ടാവില്ല. എന്താ എന്തു പറ്റി മോൾക്ക്? എന്തു പറ്റി? എന്താ മോളെ? മോക്കെന്തോ തീരെ സുഖമില്ല. ഞാൻ നോക്കട്ടെ. എന്തു പറ്റി? ഓ, എന്തു പറ്റി
പറ്റിയിട മോക്ക്? കുഞ്ഞിനെ വല്ല പ്രാണിയെ മറ്റേ കടിച്ചോ മോളെ? ഇല്ലമ്മേ, ദേഹം മുഴുവൻ ഞാൻ പരിശോധിച്ചതാ. പിന്നെ എന്താ അവളുടെ ബുദ്ധിമുട്ടെന്ന് എങ്ങനെ അറിയാനാ? അപ്പോ ഇതിനു വേണ്ടിയിട്ടാണല്ലേ അമ്മ എന്നും ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? വരുമാനത്തിനൊരു ജോലി വേണ്ടേ മോളെ? വായു ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുമോ? അമ്മേ, എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പഠിപ്പ് നിർത്താം. SSLC യോഗ്യത വെച്ചാണെങ്കിലും PSC ടെസ്റ്റ് എഴുതിയ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും. നല്ല കഥയായി. അങ്ങനെ ഒരുത്തിയുടെ പഠിപ്പ് നിർത്തിയിട്ടാ അമ്മ ഇപ്പൊ ഒരു കുമ്പിളപ്പത്തിനും ചായക്കും വരെ കണക്ക് കേട്ടോണ്ടിരിക്കുന്നത്. അന്നവള് ഞാൻ പറഞ്ഞിട്ടല്ല അത് ചെയ്തത്. അനിയത്തിമാരുടെ പഠിപ്പ് നടക്കാൻ വേണ്ടി സൊമനസാല ചെയ്തതാ. പഠിപ്പ് നിർത്തി അടുക്കളയിൽ കയറിയാൽ അമ്മയ്ക്ക് അത്രയും ഭാരം ഒഴിയല്ലോ എന്നായിരുന്നു ന്യായം. എന്നിട്ടിപ്പോഴോ അവക്ക് നഷ്ടപ്പെട്ട പഠിപ്പും ഭൂതകാലവും എല്ലാം വേണം. ഞാൻ വിചാരിച്ച ഇനി അത് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ? അമ്മേ, അവളുടെ ഇപ്പോഴത്തെയും ഇനിയുള്ള ജീവിതവും തകർത്തോണ്ടിരിക്കുന്ന രാക്ഷസിയാ ഈ അമ്മ. ഒരു കുമ്പിളപ്പത്തിന് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുമ്പോ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയതിന്റെ കടമ അവള് മറന്നു. വളർത്തി വലുതാക്കിയ മാത്രം പോരാ, മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വേണം വലുതാക്കാൻ. അതാണ് അച്ഛനമ്മമാരുടെ ബാധ്യത. അത് നിറവേറിയില്ല എന്നുണ്ടെങ്കിലേ മക്കളുടെ ചൂണ്ട് വിരലുകൾ നീളുമ്പോ ചൂടി വിറച്ച് നിൽക്കേണ്ടി വരും അച്ഛനമ്മമാര്. ഇനി എനിക്കതിന് വയ്യ. ആരും പഠിപ്പ് നിർത്തുകയും അമ്മയെ സഹായിക്കുകയും ഒന്നും വേണ്ട. ഞാൻ തന്നെ ഈ ഭാരം വലിച്ചോളാം, വീഴുന്നത് വരെ. നീ വിഷമിക്കണ്ട മോളെ. ഹോട്ടലുടമ കരുണേട്ടനും അവിടുത്തെ ജോലിക്കാരും ഒക്കെ നല്ല ആൾക്കാരാ. സ്വന്തം ഹോട്ടൽ പോലെ വിശ്വസിച്ച് നിൽക്കാം. ആ, ഒന്ന് രണ്ട് ദിവസമായി അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കുന്നു. അതിനെന്താ, നീ പറയടി. കുടുംബശ്രീയിൽ ഇപ്പോ തിരക്ക് കൂടി വരിക. ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നതിനൊപ്പം എന്നെ കൊണ്ട് എല്ലാം കൂടി ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതായി. അതിനെന്താ മോളെ, എപ്പ വേണോന്ന് പറഞ്ഞാ മതി, അമ്മ ഒന്ന് സഹായിക്കാലോ. പോരെങ്കി ഇവളും ഉണ്ടല്ലോ, ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഇവളും കൂടും. ശ്യാമ വേണ്ട, ഇവൾക്ക് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ. അമ്മ തന്നെ മതി. പിന്നെ എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അമ്മ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം സ്ഥിരം നിൽക്കണം, എല്ലാ ജോലികളും ചെയ്യണം. രാവിലെ ഹോട്ടൽ തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നത് വരെ അമ്മയായിരിക്കണം. ആ രാജിയെ ഞാൻ പറഞ്ഞുവിടാൻ പോവാ. മൊത്തം കള്ളപ്പണിയാ. പോരാത്തതിന് ശാന്തയെ പോലെ എല്ലിന്റെ ഇടയിൽ കുത്തി തുടങ്ങിയിട്ടുണ്ട്. അല്ല, അമ്മ കൂടുതൽ ശമ്പളം കൊടുത്ത് അവരെ വഷളാക്കിയതിന്റെ കുഴപ്പമെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല മോളെ. അല്ല, അവർക്ക് 500 അല്ലേ കൊടുത്തോണ്ടിരുന്നേ? അമ്മയ്ക്ക് ഞാൻ 400 തരും. എന്താ, സമ്മതമാണോ? കുറച്ചിലൊന്നും വിചാരിക്കണ്ട. ജോലി അന്വേഷിച്ച് കണ്ടോണ്ട തിണ്ണെന്നര കണ്ടല്ലോ. അതെ, അമ്മേ നിങ്ങളുടെ ഹോട്ടലിലെ ജോലിക്കാരിയാക്കാനാണോ? അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ അതിന്? എനിക്ക് തോന്നുന്നില്ല. ഹോട്ടൽ അമ്മയുടെ ഉടമസ്ഥയിലായിരുന്നപ്പോ ഞാൻ അവിടെ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്.
പുലര് മുതല് പാതിര വരെ. അന്നൊന്നും അമ്മേന്നെ അവിടെ ജോലിക്കാരിയെ നിർത്തിയേക്കുവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓർമ്മയുറച്ച കാലം മുതല് ചെയ്ത ജോലിക്ക് 10 പൈസ പ്രതിഫലം കിട്ടിയിട്ടുമില്ല. മാനുഷിക പരിഗണന ഉള്ളത് കൊണ്ട് ഞാനത് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ ഔദാര്യം വേണ്ടെങ്കിലോ? എടി ശ്യാമേ, അവളൊരു പൈസക്കാരി. വേണ്ടെങ്കി വേണ്ടടി. നീയൊക്കെ കിടന്ന് വട്ടക്കൊട്ടയില് വെള്ളം കോരുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ, എനിക്കെന്തായാലും ഒരു ജോലിക്കാരിക്ക് ശമ്പളം കൊടുക്കണം. അത് ഈ കുടുംബത്തിലേക്ക് തന്നെയാണെങ്കിൽ നിന്റെ പഠിപ്പെങ്കിലും നടക്കുമല്ലോ എന്ന് കരുതി. അങ്ങനെ ഇപ്പൊ നിന്റെ സൗജന്യം എനിക്ക് വേണ്ട. ശ്യാമേ, ഞാൻ പറഞ്ഞല്ലോ വേണ്ടെങ്കി വേണ്ട. അതിന്റെ പേരിലെ എന്നെ നെക്കിട്ടൊന്നും കയറാൻ വരണ്ട. ഞാനുണ്ടല്ലോ. ശ്യാമേ, അമ്മേ നീ മിണ്ടായിരിക്കടി. ഞാൻ സംസാരിക്കല്ലേ. അല്ലമ്മേ, ഇവള് നിന്നോട് മിണ്ടായിരിക്കാൻ പറഞ്ഞത്. നീ പറഞ്ഞത് ഇവിടെ ആരും തള്ളിക്കളയുന്നില്ല. അതിന് അതിൻ്റെതായ വിലയും കൊടുക്കുന്നുണ്ട്. മോള് പറഞ്ഞത് ശരിയാ. ഓർമ്മ വെച്ച കാലം മുതൽ നീ ഇവിടെ കിടന്ന് ചെയ്ത അടുക്കള ജോലിക്കൊന്നും ആരും പ്രതിഫലം തന്നിട്ടില്ല. അന്ന് നീ അതൊട്ട് ചോദിച്ചിട്ടുമില്ല. ചോദിച്ചു തുടങ്ങിയപ്പോ ആ ചോദ്യത്തിനൊരു ന്യായം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാ നിനക്ക് ഞാൻ ഹോട്ടല് തന്നത്. കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. നാളെ ചിലപ്പോ മോളുടെ ഹോട്ടലിൽ വന്ന് എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നേക്കാം. അന്ന് ചിലപ്പോ നീ പറഞ്ഞതിലും കുറച്ച് പ്രതിഫലം കൈനീട്ടി വാങ്ങേണ്ടിയും വന്നേക്കാം. എന്നാലും തൽക്കാലം ഇപ്പൊ വേണ്ട മോള്. ലോകം പരന്നു കിടക്കുമല്ലേ. ആരോഗ്യമുള്ളപ്പോ അമ്മ പുറത്തു പോയി പണി അന്വേഷിച്ചോളാം. ആ എടി, നിന്നോട് പിണങ്ങിയിട്ടൊന്നുമല്ല. ബന്ധുക്കളെ ഒരല്പം അകന്നിരിക്കുന്നത് തന്നെയാ നല്ലതെന്നാ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം തെളിയിച്ചത്. അതങ്ങനെ തന്നെ പോട്ടെ. ആ പിന്നെ ആവശ്യമുള്ളപ്പോ ഞാന് നിന്റെ അടുത്ത് തന്നെ വരും. അമ്മ വന്നു. പക്ഷേ ദേ ഇവളുണ്ടല്ലോ, ഈ അഹങ്കാരി. ഇവള് ചാകാൻ കിടക്കുന്നെന്ന് പറഞ്ഞാ പോലും ഒരു തുള്ളി വെള്ളം ഞാൻ ഇറ്റിച്ചു കൊടുക്കില്ല. അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ ഇവള്. ആരാന്റെ പണം കൊണ്ട് പഠിപ്പും വീട്ടു ചെലവും ഒക്കെ നടത്തുന്നതേ എനിക്കൊന്ന് കാണണം. ശ്യാമേ, നിന്നോട് അടങ്ങാനല്ലേ പറഞ്ഞത്? അല്ലമ്മേ, ഇവള് നിനക്ക് വെച്ചിട്ടുണ്ടടി ഞാൻ. അയ്യടാ, കാണാം. ആ ഓ കാണാം. പൂടി. അമ്മ, ഇവള് മിണ്ടരുത്. എടി, നീ ഞാൻ പറഞ്ഞ അനുസരിക്കരുത് കേട്ടോ. വള ഊരി പോവും. അമ്മ, അവളല്ലേ തുടങ്ങി വെച്ചേ. ഒന്ന് പോന്നുണ്ടോ? ഇവിടെ അല്ലെങ്കിൽ ഞാനാണല്ലോ പ്രശ്നം. ആ ശാലിനി മോളെ. ആ അമ്മേ. എന്താടി? പാറൂട്ടി കരച്ചിൽ നിർത്തുന്നില്ല. ആ അത് വയറുവേദന വല്ലതും ആയിരിക്കും. നീയേ കൂവപ്പൊടിയോ അങ്ങനെ വല്ലതും കലക്കി കൊടുക്ക്. ഇതങ്ങനെയൊന്നും അല്ലമ്മേ. ഞാനും സത്യാമ്മയും പൊന്നിയും പ്രീതിയും എല്ലാം പഠിച്ച പണിയെല്ലാം പയറ്റി. ഒരു വിധത്തിലും അവൾക്ക് ആശ്വാസമാവുന്നില്ല. ഇപ്പൊ കരഞ്ഞു കരഞ്ഞതേ കുഞ്ഞിന്റെ ശരീരം മൊത്തം നീല നിറമായി. അയ്യോ, നീല നിറമായിരുന്നു? ആ അതെ അമ്മേ. മോളെ, ഇനി ഒരു നിമിഷം താമസിപ്പിക്കരുത്. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ അർജുനോടും പ്രീതിയോടും. ശരി അമ്മേ, വെക്ക്. കരയുമ്പം ശരീരം നീല നിറമാവെന്ന് പറഞ്ഞ് കുഴപ്പമാണല്ലോ. എന്റെ ദേവി, കുഞ്ഞിനെ കാത്തോളേ.
അത് പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ അല്ലേ ഡോക്ടർ? മോള് നിർത്താതെ കരഞ്ഞപ്പോൾ ഞങ്ങൾ വല്ലാതെ പേടിച്ചു. ഇവൾക്കായിരുന്നു കൂടുതൽ പേടി. കരഞ്ഞ് കരഞ്ഞ് മോളുടെ ശരീരം നീല നിറമായെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ വലിയ പ്രശ്നമുണ്ടെന്നായിരുന്നു നമ്മുടെ ധാരണ. ഇപ്പോൾ അവൾ മിടുക്കിക്കുട്ടിയായല്ലോ ഡോക്ടർ. എടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒരു പ്രശ്നവുമില്ല. ബ്ലഡ് റിസൾട്ട് അല്ലേ? അതെ ഡോക്ടർ. ഇങ്ങത്താ. എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഡോക്ടർ? ഇടയ്ക്ക് നിർത്താതെ ഇങ്ങനെ കരഞ്ഞെന്നൊക്കെ ഇരിക്കും. പക്ഷെ ഇവൾക്കത് പേടിയാ. 3-4 മാസം കോമയിൽ കിടന്നപ്പോ മോളെ പിരിഞ്ഞിരിക്കേണ്ടി വന്നല്ലോ. അതിൻ്റെയാ ഇതൊക്കെ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വീണ്ടും ഉണ്ടാവുമെന്നുള്ള ഒരു ആദി. ഒന്നുമില്ലടോ, ഒന്നുമില്ല. കുഞ്ഞിനെന്താ ഭക്ഷണം കൊടുത്തത്? കുറുക്കും പാലും. ചോറ് അവളങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടില്ല ഡോക്ടർ. വേറെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒന്നുമില്ല ഡോക്ടർ. എന്തോ ഒരു ദഹനക്കേട്. എടോ, അത്രേ ഉള്ളൂ ഇത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രശ്നവുമില്ല. പ്രശ്നമുണ്ട് അർജുൻ. ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചു കേൾക്കണം. പാറുവിന്റെ അച്ഛനമ്മമാരെന്ന നിലയിൽ നിങ്ങളോടിത് പറയേണ്ടത് ഒരു ഡോക്ടറായ എന്റെ ബാധ്യതയാണ്. കരയുമ്പോ കുഞ്ഞുങ്ങളുടെ ശരീരം നീലനിറമാവുന്നത് ഹൃദ്രോഗത്തിന്റെ സൂചനയാണ്. കുഞ്ഞുങ്ങളുടെ ഹൃദ്രോഗം മുമ്പ് സാധാരണമായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് കൺട്രോൾ ചെയ്ത് നിർത്താൻ നമുക്ക് സാധിക്കാറുണ്ട്. ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിന്റെ ആന്തര അവയവങ്ങളുടെ ബലവും ബലഹീനതയും ഒക്കെ തിരിച്ചറിയാൻ മെഡിക്കൽ സയൻസിന് സാധിക്കുന്നത് കൊണ്ടാണിത്. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പ്രീതിയുടെ ചെക്കപ്പുകളൊക്കെ ഈ ഹോസ്പിറ്റലിൽ തന്നെ നടത്തിയിരുന്നതിനാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് വിശദമായൊരു രക്തപരിശോധനയ്ക്ക് ഞാൻ നിർദ്ദേശിച്ചത്. പാറുക്കുട്ടിക്ക് ഏത് നിമിഷവും ഒരു ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോ ഇവൾക്കൊന്നും സംഭവിക്കില്ല ഡോക്ടർ. ഞാൻ അത്രയ്ക്ക് കാത്തിരുന്നല്ലേ, അത്രയ്ക്ക് കൊതിച്ചതല്ലേ. ഇവൾക്ക് വേണ്ടിയല്ലേ ഞാൻ മരണത്തിൽ നിന്ന് വരെ എഴുന്നേറ്റ്. എന്റെ മോളെ ഒന്ന് കണ്ട് കൊതി തീർന്നിട്ടില്ല എനിക്ക്. ദൈവം അത്രയൊന്നും ക്രൂരത ഞങ്ങളോട് ചെയ്യില്ല ഡോക്ടർ. ഡോക്ടർക്ക് എന്തോ തെറ്റ് പറ്റിയതാ. ഇവൾക്കൊന്നുമില്ല. അർജുനേട്ടാ, ഇവൾക്കൊന്നുമില്ല. കണ്ടില്ലേ, ഇവളിപ്പോ കരച്ചിലൊക്കെ നിർത്തി. ഇടയ്ക്ക് ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി. ഈ ഡോക്ടർക്ക് അറിയാഞ്ഞിട്ടാ, അല്ലെങ്കിൽ എന്തോ തെറ്റ് പറ്റിയതാ. അർജുനേട്ടാ, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ അർജുനേട്ടാ, നമുക്ക് പോവാം. അർജുനേട്ടാ വാ, അർജുനേട്ടാ വാ. പ്രീതി
സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിക്കൂ അർജുൻ. നമുക്ക് മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പോഴും മനസ്സ് വെച്ച പാറുക്കുട്ടിയെ നമുക്ക് രക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഒരു ആക്സിഡന്റിലോ വീഴ്ചയിലോ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചേക്കാം. പക്ഷേ പാറുക്കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കരുതിക്കൂട്ടി ആരോ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതുപോലെയാണ്. കുഞ്ഞിന്റെ ശരീരത്തിൽ അപകടകരമായ ഡ്രഗിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. ഡ്രഗോ? ബ്ലഡ് ടെസ്റ്റിൽ അത് വ്യക്തമാണ്. ഡോക്ടർ, ഒരു ഡ്രഗ് മൂലം ബ്രെയിൻ ഡെത്തോ? ചില രാസപദാർത്ഥങ്ങളുടെ കൂട്ട് ഓവർഡോസായി ഉള്ളിൽ ചെന്നാൽ നമ്മുടെ നാഡീവ്യൂഹം മൊത്തത്തിൽ തകരാറിലാവും അർജുൻ. നമ്മുടെ തലച്ചോറിലെത്തുന്ന ഓക്സിജൻ മൂലമാണ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സാധ്യമാവുന്നത്. ഈ ഡ്രഗ് ബ്ലഡിൽ കലർന്നു കഴിഞ്ഞാൽ തലച്ചോറിലേക്കും ശരീരത്തിലെ ഇതര കോശങ്ങളിലേക്കുമുള്ള ഓക്സിജന്റെ വിതരണം നിലയ്ക്കും. ഫലമെന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരാളെ കഴുത്ത് ഞെരിക്കുന്ന പോലെ തന്നെയാണത്. ഓക്സിജൻ വിതരണം ആദ്യം കുറേശ്ശെ കുറഞ്ഞു വരികയും പിന്നീടത് പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്, ഏത് നിമിഷവും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചേക്കാം. ഇത് തടയാൻ ഒരു വഴിയുമില്ല ഡോക്ടർ? വഴിയുണ്ട്. ഒരേ ഒരു വഴി. ആന്റിഡോസ് ഡ്രഗ് കുത്തിവെക്കുക. എന്നാലത് എത്രയും പെട്ടെന്ന് ചെയ്യണം ഡോക്ടർ. അങ്ങനെ കുത്തിവെക്കണമെങ്കിൽ ആദ്യം പാറുക്കുട്ടിയുടെ ഉള്ളിൽ ഏത് ഡ്രഗാണ് ചെന്നിരിക്കുന്നതെന്ന് അറിയണം. ഡ്രഗിന്റെ ജനർ അറിയാതെ ആന്റിഡോസ് കുത്തിവെക്കുന്നത് കൂടുതൽ അപകടമാവുകയുള്ളൂ. ലാബ് പരിശോധനയിൽ ഡ്രഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നല്ല, പക്ഷേ അതിനൊക്കെ വളരെ സമയമെടുക്കും. നമുക്ക് മുന്നിൽ അത്രയും സമയമില്ല. 5-6 മണിക്കൂർ അത്രേ ഉള്ളൂ പാറുക്കുട്ടിക്ക്. ഡോക്ടർ, ഡോക്ടർ, ഐ ആം സോറി അർജുൻ. ഡ്രഗ് എങ്ങനെ പാറുക്കുട്ടിയുടെ ഉള്ളിലെത്തിയെന്നും കൃത്യമായത് ഏത് ഡ്രഗാണെന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ അർജുൻ, എത്രയും വേഗം. അതുമാത്രമേ പാറുക്കുട്ടിയെ രക്ഷിക്കാൻ ഒരു വഴിയുള്ളൂ.